എന്താ ഇരുട്ടാ? അയാൾക്ക് എന്താ ഇവിടെ ലൈറ്റൊക്കെ നിട്ടാൻ? വല്ല പാമ്പോ പഴുതാരയോ വന്ന് കയറിയായിരുന്നാൽ അറിയില്ല. സത്യം, നീ ആ ഫോണിന്റെ ടോർച്ച് കൂടി ഒന്ന് അടിച്ചു പിടിക്കുക. എന്താ ദേവ്, ഈ ലൈറ്റൊക്കെ നെട്ടോടെ നിൽക്ക്. എന്തൊരു ഇരുട്ട അകത്തു പുറത്തു. ഇരുട്ടാ ദേവിനിഷ്ടം. പിന്നെ ഇതുപോലെ വഴുതി പോകുന്ന വരയാലുകളെയും. ഹലോ ശങ്കർ സാർ, സാറെന്തിനെ വിളിക്കാൻ മെസ്സേജ് ഇട്ടത്? ഞങ്ങളതേ കൃഷ്ണയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ, ഉടനെ വരാം. എന്തിനാ ഇവളോട് പപ്പ വിളിച്ചത്? ഞങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാ. അല്ല, വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. അവൾ ആ തനു നിന്നെ വേണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടു. എന്റെ തള്ളയെ വിളിച്ചിട്ട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ്. എന്താടാ കാര്യം? അറിയില്ല, അവൾക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. അത് കേട്ടപ്പോ അച്ഛൻ കല്യാണം വേണ്ടാന്ന് വെച്ചു. നിനക്കെന്താടി പ്രശ്നം? ആദി, അവനാണ് എന്റെ പ്രശ്നം. ഐ ലവ് ഹിം. പക്ഷെ അവനും തനുവും ഇഷ്ടത്തില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. തനു, അവളെ ഞാൻ ചെയ്യിക്കാൻ വിടില്ല. ഒരിക്കൽ അവളെ ഞാൻ തൊട്ടതിന് അവൾ എനിക്ക് നൽകിയ സമ്മാനമാണ് ഈ മുറിവിൻ്റെ പാട്. ഇല്ല, അവളെ ഞാൻ ചെയ്യിക്കാൻ വിടില്ല. അവളെ അവളുടെ അച്ഛനിൽ നിന്നും അകറ്റിയതുപോലെ ഞാൻ അവൾക്ക് വേണ്ടപ്പെട്ടവരെയും ഓരോന്നായി ഇല്ലാതാക്കും. അവളോടുള്ള ദേഷ്യത്തിന് എന്തിനാ ദേവ് മറ്റുള്ളവരെ കൂടി ദ്രോഹിക്കുന്നത്? എന്നെ ദ്രോഹിക്കുന്ന ആരും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഇനി നീ ആയാൽ പോലും. ദേവ്, പ്ലീസ് ഒന്ന് നിർത്ത്. പവി, കൃഷ്ണ, ഇതൊന്നും സാരമില്ല. നീ പോയി കാറിൽ കയറി. സമയം പോകുന്നു. ഇനി നമ്മളെ കണ്ടില്ലെങ്കിൽ സാർ ഇങ്ങ് വരും. കൃഷ്ണ, എന്താ പവി? ഇനിയെങ്കിലും നിനക്ക് ആദ്യമേ വേണ്ടെന്ന് വെച്ചൂടെ? അവനൊരിക്കലും നിന്നെ ഇഷ്ടമാകില്ല. കാരണം അവന്റെ ഉള്ളിൽ അവൾ മാത്രമേ ഉള്ളൂ, ആ തനു. എനിക്കറിയാം പവി, പക്ഷെ എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല. മോളെ, തെറ്റിൽ നിന്നും തെറ്റിലേക്കാ നീ പോകുന്നത്. ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നീ അവന്റെ കൂടെ. ഹേ കൃഷ്ണ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് അവനെ നന്നായി അറിയാം. ഈ കൂട്ട് നിനക്ക് നല്ലതിനല്ല കൃഷ്ണ. പിന്നെ എനിക്കൊരു കാര്യം കൂടി അറിയണം. എന്താ പവി? ഞാനും നീയും തമ്മിൽ അറിയാത്തതായി ഇനി എന്തെങ്കിലും രഹസ്യം നമുക്കിടയിലുണ്ടോ? ഇല്ല പവി, നിനക്കറിയാലോ, ഞാനെല്ലാം നിന്നോട് പറയുന്നതല്ലേ. അവര് പോയോ? പോയി. പിന്നെ നിന്റെ ഒരു കണ്ണ് ആ കൃഷ്ണയിലും പവിയിലും എപ്പോഴും ഉണ്ടാകണം. എന്തോ പവിയിൽ എനിക്കൊരു മാറ്റം തോന്നുന്നു. അതുപോലെ കൃഷ്ണയിലും. അവൾ ഒരിക്കലും ആദ്യം വേണ്ടെന്ന് വെക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റു. ആഹാ, മക്കള് വന്നല്ലോ. ആദി, നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ട, ഞങ്ങളൊന്ന് വെറുതെ കറങ്ങാൻ പോയതാ അമ്മേ. ശ്രീയുടെ അനിയൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവനെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നാ പിന്നെ അതിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വയ്യായിരുന്നു ആദി? എനിക്കൊന്ന് കാണാമായിരുന്നു. അവർക്കൊരു കൂട്ടുവായേനെ. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അച്ഛമ്മേ, നമുക്ക് അവരെ കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നാട്ടിൽ വിളിച്ച് കാശിയുടെ അച്ഛനോട് സംസാരിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞ് തനുവിന്റെ അച്ഛനും കാശിയുടെ അച്ഛനും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല സിധു, നിങ്ങൾ രണ്ടും ഇന്ന് ഇവിടെയാണോ അതോ വീട്ടിൽ പോകുന്നുണ്ടോ? ഇന്നിനി പോകുന്നില്ല. ഡാ മക്കളെ, ആ ഫോൺ എടുത്തു ഒന്ന് വീട്ടിൽ വിളിച്ച് വിവരം പറ. ഹായ് മേഘന, നീ എന്തിനെ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ നീ ആദ്യമേ കണ്ടോ? ഇല്ല.
എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? എന്തോ ആദ്യം എന്നെ സ്നേഹിക്കില്ല മേഘന. വെറുതെ എന്തിനാ ഞാൻ ആദ്യയുടെ പിറകെ നടന്ന സമയം കളയുന്നത്? ഒരു പ്രയോജനവുമില്ല. എന്ന് ആര് പറഞ്ഞു? ഒക്കെ നിന്റെ തോന്നൽ മാത്രമാണ് കൃഷ്ണ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ഞാൻ ആദ്യം പറയുന്നത് കേട്ടതാ. ആദ്യക്ക് തന്നോട് ഒരു സ്നേഹവുമില്ല. അവളാണ് അവന്റെ പിന്നാലെ നടക്കുന്നത്. അത് കാരണം നിവർത്തികേട് കൊണ്ട് അവൻ തനുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാ. ഇപ്പോഴും നിനക്ക് ചാൻസ് നഷ്ടപ്പെട്ടിട്ടില്ല കൃഷ്ണ. നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ? അതെ കൃഷ്ണ. പക്ഷേ ഞാൻ എങ്ങനെ ആദ്യയെ ഒന്ന് വളർക്കുന്നേ? അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരുടെയെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ നിനക്ക് കഴിയണം. നന്നായി. ഞാൻ എങ്ങനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നേ? ആ കൂട്ടത്തിൽ പെൺകുട്ടികളോട് ഒരു മമതയൊക്കെ ഉള്ളത് ആ വിശാലിനാണ്. പക്ഷേ ഇപ്പോ അവൻ നന്നായി എന്നൊരു സംസാരം കേട്ടു. പിന്നെയുള്ളത് ആദ്യയുടെ വലങ്കി സിദ്ധുവാണ്. അവന്മാരറിയാതെ ആദ്യക്ക് ഒരു രഹസ്യവുമില്ല. പക്ഷെ ഞാൻ എങ്ങനെ സിദ്ധുവിനോട് കൂട്ടാകും? അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നീ അവനോട് ഇഷ്ടമാണെന്ന് പറ. എന്നിട്ട് ആദ്യം ആദ്യയും അഭിനയം തമ്മിൽ തെറ്റിക്കണം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തൽക്കാലം മറ്റാരും അറിയരുത് എന്ന് നീ അവനോട് പറയണം. ഹേയ്, അതൊന്നും ശരിയാകില്ല. എനിക്ക് ആദ്യയോട് മാത്രമേ സ്നേഹമുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും അല്ല. അവരെ തമ്മിൽ ഞാനെന്തിനു തെറ്റിക്കണം? എന്റെ കൃഷ്ണ, എല്ലാം നിനക്ക് വേണ്ടിയല്ലേ. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് ആദ്യം കിട്ടും. അയ്യോ ജോഹൻ, ജോഹാൻ, നിനക്കിതെന്താ പറ്റിയേ? മോനെ സിദ്ധു, ഞാൻ സെൽഫി എടുത്ത് വൈറലാക്കാൻ വേണ്ടി ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയതാടാ. എവിടെ? നമ്മുടെ ആ വലിയ ബ്രിഡ്ജില്ലേ അവിടെ. എന്നെ അവിടെ കണ്ട ഏതോ ഒരുത്തെ ഞാൻ ചാടിച്ചാകാൻ പോവാണെന്ന് കരുതി എന്നെ രക്ഷിക്കാൻ വന്നതാ. അയാളുടെ പിടുത്തം കൊണ്ട് ഞാൻ വീണത് നേരെ വെള്ളത്തിലും, കൂടെ അയാളും. എന്നിട്ട് അയാൾ അവിടെ അയാളെ തിരയുന്നുണ്ട്. പാവം മനുഷ്യൻ. എന്തായാലും ഒന്നും പറ്റാതെ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു. എടാ, എനിക്ക് സംസാരിക്കാൻ വയ്യട സിദ്ധു. നീ എന്നെ ഐസിയുവിൽ വന്നൊന്ന് കാണണേ. അതിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ജോഹ. പിന്നെന്തിനാ ഐസിയു? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ കൂടെ ചാടിയ ആളെ കാണാനില്ലെന്നൊക്കെ വീട്ടിലെറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൊന്ന് കുഴിച്ചു മൂടും. അപ്പൊ ശരിയടാ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ ഹലോ, സിദ്ധു അല്ലേ? അതെ, ആരാ? ഞാൻ KM ഗ്രൂപ്പ്സ് ഓണർ ശങ്കറിന്റെ മകൾ കൃഷ്ണയാ. മനസ്സിലായി. എന്താ കൃഷ്ണ, എന്തെങ്കിലും ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ടോ? ബിസിനസ് കാര്യമൊന്നും സംസാരിക്കാനില്ല. പകരം സിദ്ധുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിദ്ധു എപ്പോ ഫ്രീ ആകും? ഞാൻ എപ്പോഴും ഫ്രീ ആണ്. താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ മീറ്റ് ചെയ്യാം. ഞാനെങ്കിൽ പാർക്കിലുണ്ടാകും. പിന്നെ സിദ്ധു, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താടോ? അത് സിദ്ധു വരുന്ന കാര്യം തൽക്കാലം ആരും അറിയണ്ട. അതെന്താ? അത് സിദ്ധു വരുമ്പോ ഞാൻ എല്ലാം പറയാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങും. അപ്പൊ കാണാം. ശരി സിദ്ധു. എന്താ തനു, നിന്റെ മുഖം രാവിലെ മുതൽ ഭയങ്കര ദുഃഖത്തിലാണല്ലോ. എന്തേ, ആദി സാർ ക്യാബിനിലില്ലേ? അവളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇല്ലെന്ന്. മക്കള് ജോലി ചെയ്യുവാണോ അതോ എന്റെ മുഖം നോക്കിയിരിക്കുവാണോ? എന്റെ ആദ്യേട്ടൻ വന്നോളും. എന്നോട് പറയാതെ വരാതിരിക്കില്ല. ഹായ് ഗൈസ്, ഞാൻ അല്പം ബിസി ആയിപ്പോയി. നമ്മുടെ തുണിമില്ലിൽ ഒന്ന് പോകണം. അല്പം വൈകും വരാൻ. എന്ത് കരുതി എല്ലാവരും ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കണ്ട. അതെ, കണ്ണൻ എന്നെയും സിദ്ധുവിനെയും വിച്ചുവിനെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എടാ കണ്ണ, നീ ഏതായാലും ആഡ് ചെയ്തു. നിനക്കൊന്നും പറഞ്ഞൂടായിരുന്നോ? ഇതിപ്പോ ഞാൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ജോലി പോയേനെ. എന്റെ പൊന്നി ജെനി, നീ ആ മരം കൂടെ നീച്ചാൻ ആശി വല്ലതും പറഞ്ഞെന്ന് കരുതി നീ ഇതൊക്കെ വിശ്വസിക്കണോ? അവൻ പണ്ടേ കുടുംബം കളിക്കുക. ഡാ എന്റെ കിച്ചു, ഇതാണോ നീ ഇത്രയും നേരം ടൈപ്പ് ചെയ്തത്? സോറി ഗൈസ്, ആള് മാറിപ്പോയി. ഡാ കിച്ചു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ പിള്ളേരെ, ഒന്ന് പോയി പണിയെടുക്ക്. ഓ, ഒരു മാന്യൻ വന്നേക്കുന്നു. ഹായ് ഗൈസ്, ഞാൻ കൃഷ്ണയെ മീറ്റ് ചെയ്യാൻ പോവാ. എന്തിന്? അവൾക്ക് എന്നെ കാണണമെന്ന്, അതും ആരും അറിയാൻ പാടില്ല എന്ന്. സിദ്ധു, ഞാൻ വരണോ? വേണ്ട, വിച്ചു പോയിക്കോളും. തനുവിന് പേടിയാ, അടിയനെങ്ങാനും കൈവിട്ടു പോയാലോ? ഹേയ്, ഞാൻ പോണില്ല. ഞാൻ ബിസിയാ. സിദ്ധുന് വേണമെങ്കിൽ ഞാൻ വരാം. വേണ്ട വിച്ചു, ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അല്ല, മേഘന അവിടെ ഉണ്ടോ? ഇല്ല, ഇന്ന് വന്നിട്ടില്ല. ആദി, മേഘനയെങ്കിൽ കൃഷ്ണയുടെ കൂടെ കാണും. ഇത് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു പണിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. സൂക്ഷിച്ചു പോകണേ സിദ്ധു. ഓക്കട്ടെ സിദ്ധു, ഞാൻ മേഘനയെ വിളിച്ചോളാം. നീ പോയിട്ട് വാ. ഓക്കെ ഗൈസ്, അപ്പോ വൈകിട്ട് കാണാം. ഹായ് കൃഷ്ണ. ഹായ് സിദ്ധു. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അത് എനിക്ക് തനിക്ക് വിക്കുണ്ടോ? ഹേ ഇല്ല. പിന്നെന്താടോ? താൻ കാര്യം പറ. സിദ്ധു, അത് തനിക്കിതെന്താ പറ്റിയേ? ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ കാര്യം പറ. അത് എനിക്ക് സിദ്ധുവിനെ ഇഷ്ടാ. വാട്ട്? എന്തു പറ്റി സിദ്ധു? സിദ്ധുവിനെ എന്നെ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അയ്യോ, അങ്ങനെയല്ല കൃഷ്ണ. എനിക്കൊരു കുട്ടിയെ ഇഷ്ടാ.
തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കുന്നേ? എന്നാ പിന്നെ ഞാൻ പോട്ടെ സിദ്ധു. എങ്ങോട്ട്? അല്ല, എനിക്കൊന്ന് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ടായിരുന്നു, അതാ. എന്തായാലും ഇന്നിനി താൻ എങ്ങോട്ടും പോകുന്നില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാം. എന്തു പറയുന്നു? അത് വേണോ? പിന്നെ വേണം. താൻ വന്നേ. ഇവനിത് ഈ പെണ്ണിനെയും കൊണ്ട് എവിടെ പോവാ? ആദ്യ സാറാണല്ലോ. ഇങ്ങനെ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ആ, എടുക്കാം. ഹലോ സർ. ഓക്കെ സർ, ഞാൻ വരാം. ഓക്കെ സർ. താനെന്താടോ കയറുന്നില്ലേ? അത് സിദ്ധു, ഞാൻ താൻ വാടോ. मोहब्बत बरसा देना तू सावन आया है तेरे और मेरे मिलने का मौसम आया है सबसे छुपा के तुझे सीने से लगाना है प्यार में तेरे हद से गुजर जाना है इतना प्यार किसी पे पहली बार വാ, ഇറങ്ങ്. എന്താ കൃഷ്ണ, തനിക്ക് പേടിയുണ്ടോ? ഹേയ്, ഇല്ല. സിദ്ധുവും കൃഷ്ണയും അകത്തേക്ക് കയറി. റൂമിന്റെ ചാവി വാങ്ങി കൃഷ്ണയുമായി റൂമിലേക്ക് പോയി. അകത്തേക്ക് കയറിയതും സിദ്ധു ഡോർ ലോക്ക് ചെയ്തു. കൃഷ്ണയുടെ ഹൃദയം പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. കൃഷ്ണയുടെ വെപ്രാളം കാണും തോറും സിദ്ധുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. താൻ ഇരിക്കടോ. വേണ്ട സിദ്ധു, ഞാൻ ഇവിടെ നിന്നോളാം. ഹേയ്, അതെങ്ങനെ ശരിയാവും? താൻ ഇരിക്ക്. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഹേയ്, താനെന്തിനാ പേടിക്കുന്നേ? ഞാൻ തന്റെ ലവ്വറല്ലേ? സിദ്ധു, വേണ്ട. സിദ്ധു പ്ലീസ്, ഇത് തെറ്റാ. ആണോ? അപ്പോ ഞങ്ങളെ തകർക്കാൻ വേണ്ടി നീയും നിന്റെ അച്ഛനും കൂടി ഈ കാണിക്കുന്നതൊക്കെ തെറ്റല്ലേ? അത് സിദ്ധു, ഞാൻ മിണ്ടരുത്. ദേ നോക്ക് കൃഷ്ണ, ആദിയുടെ ഉള്ളിൽ ഒരു പെണ്ണേ ഉള്ളൂ. അത് ഞങ്ങളുടെ തനു മാത്രമാണ്, അവന്റെ ശ്രീ. ഈ സിദ്ധു നിന്റെ തന്തയെ പോലെ അത്ര ചെറ്റയല്ല. നിന്നെ ഒന്ന് പേടിപ്പിച്ചതാ. എനിക്ക് അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാം. പേടിക്കണ്ട, താൻ അവിടെ ഇരുന്നു.